നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമന്റുകൾ വരുന്നതും അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നതുമൊക്കെ സാധാരണയാണ്. എന്നാൽ അടുത്തിടെയായി എന്നും വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആരാണെന്നല്ലേ? അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു തന്നെയാണ്. ഇപ്പോഴിതാ വീണ്ടും രേണു എയറിലാണ്. വിഷുവിനോടനുബന്ധിച്ച് ചെയ്ത ഒരു പ്രൊമോഷൻ വീഡിയോയ്ക്ക് താഴെ രേണുവിന്റെ വസ്ത്രധാരണത്തെ അധിക്ഷേപിച്ചുകൊണ്ടാണ് സൈബർ വെട്ടുകിളികളുടെ ആക്രമണം. കൊല്ലം സുധിയുടെ പേര് ചീത്തയാകുന്ന തരത്തിലാണ് രേണുവിന്റെ ഓരോ പ്രവൃത്തികളുമെന്നാണ് ഇത്തരക്കാരുടെ ആരോപണം. ഞാൻ നിങ്ങളുടെ കൊല്ലം സുധിച്ചേട്ടന്റെ ഭാര്യ രേണു എന്ന് പറഞ്ഞ് പ്രൊമോഷൻ വീഡിയോ രേണു ആരംഭിക്കുന്നു. ഇതിനെതിരെ വിമർശനമുയരുന്നുണ്ട്. ഇതാദ്യമായല്ല രേണു സൈബർ ആക്രമണത്തിന് വിധേയമാകുന്നത്. നേരത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദാസേട്ടൻ കോഴിക്കോടിനും മനു ഗോപിനാഥിനുമൊപ്പമുള്ള വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെയും രേണുവിനെതിരെ രൂക്ഷമായി സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന പാട്ട് റീക്രിയേറ്റ് ചെയ്തപ്പോൾ അടുത്തിടപഴകി അഭിനയിച്ചതാണ് പ്രശ്നമായത്. എന്നാൽ മനുവിനൊപ്പം വിവാഹവേഷത്തിലെത്തിയതായിരുന്നു അടുത്ത വിവാദമായത്. ഇതിൽ രണ്ടിലും തക്ക മറുപടിയുമായി രേണു രംഗത്തെത്തിയിരുന്നു. സൈബർ അധിക്ഷേപത്തിന് വീട്ടിലിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും രേണു വ്യക്തമാക്കി. സൈബർ ആക്രമണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും രേണു വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സൈബർ വെട്ടുകിളിയുടെ ആക്രമണത്തിന് ഇനിയും അറുതിയില്ല എന്നാണ് രേണുവിന്റെ പുതിയ വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കൊല്ലം സുധി മരിച്ചതിനാലാണ് ഇതൊക്കെ കാണേണ്ടി വരുന്നത് എന്നൊക്കെ വിലപിക്കുന്നവരുണ്ട്. കമന്റ് ബോക്സിലാണ് ഇതൊക്കെ നടക്കുന്നത്. നിങ്ങളുടെ കോസ്റ്റ്യൂം ആരാ സെലക്ട് ചെയ്യുന്നത്? സുധിച്ചേട്ടന്റെ വൈഫ് എന്ന് പറയുന്ന വീഡിയോയിലെങ്കിലും ഡ്രസ് ഒന്ന് ശ്രദ്ധിക്കൂ. കണ്ടാൽ തോന്നും ഇപ്പോൾ എല്ലാം കൂടി ഊരി വീഴുമെന്ന്. ഡ്രസ്സിംഗ് അവരവരുടെ ഇഷ്ടമാണ്, പക്ഷേ മറ്റാരുടെയും മുന്നിൽ കോമാളി വേഷം കെട്ടാതിരിക്കൂ. ഇതൊക്കെയാണ് രേണുവിന്റെ പുതിയ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന ഒരാളുടെ കമന്റ്. ഇവളുടെ സുധി എന്ന ആ പേര് മെൻഷൻ ചെയ്യാതെ ഇരുന്നുകൂടെ? മാക്സിമം ആ പേര് വിറ്റ് പൈസ ഉണ്ടാക്കണം അവൾക്ക്. ആ കലാകാരനെ നമ്മൾ മലയാളികൾക്ക് ഇഷ്ടമാണെന്ന് ഇവൾക്കും കൂടെയുള്ളവർക്കും നന്നായി അറിയാം. എന്താ അല്ലേ ബിസിനസ് ട്രിക്ക്? ഇതൊക്കെയാണ് വരുന്ന കമന്റുകൾ. മോളെ രേണു, തുണിയുടെ അളവ് കുറയാൻ തുടങ്ങിയല്ലോ, ഇനി നിനക്ക് അവസരങ്ങൾ തേടി വരും. ഇതാണ് മറ്റൊരാളുടെ കമന്റ്. സുധി മരണപ്പെടേണ്ടായിരുന്നു, അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ അപരാധമൊന്നും കാണണ്ടായിരുന്നു. ഇതൊക്കെയാണ് മറ്റൊരു കമന്റ്. ബെസ്റ്റ്. ആ സുധിച്ചേട്ടന്റെ മകൻ എങ്ങനെ വെളിയിൽ ഇറങ്ങി കിടക്കും നടക്കും ദൈവമേ? ഇതൊക്കെയാണ് ഉയരുന്ന മറ്റു ചില കമന്റുകൾ. ഇതൊക്കെ കാണുമ്പോൾ ആ പാവം മനുഷ്യന്റെ ആത്മാവ് പോലും സഹിക്കില്ല. ജീവിക്കാൻ വേണ്ടി ദേഹത്ത് തുണി അളവ് കുറയ്ക്കാനോ? ആ മനുഷ്യൻ ഇങ്ങനെയാണോ നിങ്ങളെ ജീവിച്ചിരുന്നപ്പോൾ നോക്കിയത്? ഇത് മറ്റൊരു കമന്റ്. എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉയരുകയാണ്. ഒപ്പം രേണുവും തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്.